വെൽക്കം ഓൾ ഓഫ് യു. എല്ലാവരെയും ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, പരീക്ഷ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഇംഗ്ലീഷ് പരീക്ഷ. അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കാം. ആദ്യമായി എല്ലാവർക്കും വിജയാശംസകൾ നേരട്ടെ. നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ, നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് പരീക്ഷയിൽ എങ്ങനെയാണ് നമുക്ക് ഡബിൾ പാസ് എത്രയും ലളിതമായ രീതിയിൽ വാങ്ങിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ഡബിൾ പാസ് മാർക്ക്, അതായത് 48 കൂടുതൽ മാർക്ക് നമുക്ക് എങ്ങനെ നിഷ്പ്രയാസം വാങ്ങാം, ലളിതമായി എങ്ങനെ അത്രയും മാർക്ക് 50-നടുത്ത മാർക്ക് എങ്ങനെ സ്വായത്തമാക്കാം എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇതിന് മുന്നേ 4 ചാപ്റ്റർ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹെലൻ കെല്ലർ, എ പുവർ വുമൻ ലേൺ ടു റൈറ്റ്. ഹെലൻ കെല്ലർ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഹെലൻ കെല്ലർ. ദെൻ സെക്കൻഡ് ചാപ്റ്റർ എ പുവർ വുമൻ ലേൺ ടു റൈറ്റ്. തേർഡ് ചാപ്റ്റർ ദ സ്റ്റോറി ഓഫ് ബ്രോക്കിംഗ് ബ്രിഡ്ജ്. ദ സ്റ്റോറി ഓഫ് ബ്രോക്കിംഗ് ബ്രിഡ്ജ്. അതുപോലെ നമ്മുടെ പോയം, ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയമാണ്, കവിതയാണ് ദ ചെറി ട്രീ. ഇങ്ങനെ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ചാപ്റ്റേഴ്സ് നമ്മൾ വിശകലനം ചെയ്താണ്, ലളിതമായ രീതിയിൽ പഠിച്ചതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതിവിടെ വീണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. ഇവിടെ പറയുന്നത്, നമ്മൾ ഹെലൻ കെല്ലർ എന്ന ചാപ്റ്ററിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു 6 സെൻറ്റൻസാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹെലൻ കെല്ലറിൻ്റെ ചാപ്റ്ററിന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് എഴുതി വെക്കാൻ പറ്റും, നിഷ്പ്രയാസം എഴുതി വെക്കാൻ പറ്റും ആ സിമ്പിൾ സെൻറ്റൻസ് പഠിച്ചുകൊണ്ട്. അതുപോലെ എ പുവർ വുമൻ ലേൺ ടു റൈറ്റ്, ആ ചാപ്റ്ററിൽ നിന്ന് അതുപോലെ 12 മാർക്കിൻ്റെ ചോദ്യം വരാനുണ്ട് ആ പാഠത്തിൽ നിന്ന്. എ പുവർ വുമൻ ലേൺ ടു റൈറ്റ് 12 മാർക്കിൻ്റെ ചോദ്യം വരുന്നൊരു പാഠമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റും, കാരണം നമ്മൾ ആ പാരഗ്രാഫിൽ 9 സെൻറ്റൻസ് പഠിച്ചു വെച്ചാൽ മതി. ഞാൻ തയ്യാറാക്കിയ എ പുവർ വുമൻ ലേൺ ടു റൈറ്റ് എന്നുള്ള ആ ലളിതമായ സെൻറ്റൻസുകളുണ്ട്. അത് നിങ്ങൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 12 മാർക്ക് നിഷ്പ്രയാസം വാങ്ങാം. അതുപോലെ 8 മാർക്കാണ് ഹെലൻ കെല്ലർ എന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. 8 മാർക്ക്. ആ 8 മാർക്കും ആ ഹെലൻ കെല്ലർ എന്നുള്ള നമ്മളെ സിമ്പിൾ സെൻറ്റൻസാണ്. ആ കഥയുടെ എല്ലാ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഭാഗങ്ങളെയും സ്പർശിച്ചു കൊണ്ടുള്ള സെൻറ്റൻസാണ് അത്. അപ്പോൾ അത് ബൈഹാർട്ട് പഠിച്ചാൽ മതി, വായിച്ച് പഠിച്ചാൽ മതി. പിന്നെ ദ സ്റ്റോറി ഓഫ് ബ്രോക്കിംഗ് ബ്രിഡ്ജ്, അതിൽ 8 മാർക്കിൻ്റെ വേറെ ചാപ്റ്ററാണ് ദ സ്റ്റോറി ഓഫ് ബ്രോക്കിംഗ് ബ്രിഡ്ജ്. നോക്കൂ, അതിൽ നമുക്ക് ആ വേർഡിനെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഏത് പാഠത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റിൽ വന്നാൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ആ ചാപ്റ്ററും. അപ്പോൾ അതെന്ത് ചെയ്യണം, എഴുതി വായിച്ച് പോകണം. പിന്നെ പോയം, ലിറിക്സ് എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിക്കാം, ദ ചെറി ട്രീ എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ ഈ 4 ചാപ്റ്ററും ലളിതമായ രീതിയിൽ, വളരെ ലളിതമായ രീതിയിലാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, അതേ അർത്ഥത്തിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിരിക്കണം, വായിച്ച് എഴുതി പഠിച്ചിരിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ 7 വർക്കാണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. 7 വർക്ക്. ഇമെയിൽ തയ്യാറാക്കുന്ന വിധം, അതുപോലെ പ്രൊഫൈൽ തയ്യാറാക്കുന്ന വിധം, പോയ അപ്രിസിയേഷൻ. ഈ പോയ അപ്രിസിയേഷനും പ്രൊഫൈലാണ് ഏറ്റവും കൂടുതൽ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. ഈ പറഞ്ഞ 7 വർക്കും സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രൊഫൈലും പോയ അപ്രിസിയേഷനുമാണ്. പിന്നെ ഇമെയിൽ ചോദിക്കാറുണ്ട്, ഇമെയിൽ വരും. സ്പീച്ച് ചോദിക്കും, ഒരു ടോപ്പിക്ക് തന്നിട്ട് സ്പീച്ച് ചെയ്താൽ വേണ്ടി ചോദിക്കും. അപ്പോൾ സ്പീച്ചിൻ്റെ സ്റ്റാർട്ടിങ് എന്താണ്, ഒരു സ്പീച്ചിൻ്റെ സ്ട്രക്ചർ എന്താണെന്നൊക്കെ നമ്മളിവിടെ വിശദമായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുപോലെ ഒബിച്ചോറി വരും, ചരമക്കുറിപ്പ് തയ്യാറാക്കാൻ വരും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് പേരും സാങ്കല്പിക പേരും വയസ്സും അഡ്രസ്സൊക്കെ കൊടുക്കാൻ പറ്റും, അവർ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ ഒബിച്ചോറി വരും, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇൻ്റർവ്യൂ, ഒരു എമിനൻ്റ് പേഴ്സണാലിറ്റീനെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാനാണ്. 6 ക്വസ്റ്റ്യൻ തയ്യാറാക്കേണ്ടതേ ഉള്ളൂ. നമ്മൾ 10 ക്വസ്റ്റ്യനോളം പഠിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മളെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എന്ത് ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നത്, ഇൻ്റർവ്യൂ എങ്ങനെ തയ്യാറാക്കാം. അപ്പോൾ ഇൻ്റർവ്യൂ വരും പരീക്ഷയ്ക്ക്. ഡയറി. ഇങ്ങനെ 7 വർക്ക്, അതിപ്രധാനപ്പെട്ട 7 വർക്ക്. ഈ 7 വർക്കും ഇല്ലാത്ത എന്തുണ്ടാവാറില്ല, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ 7 വർക്കും. ഈ 7 വർക്കും നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡബിൾ പാസിലേക്ക് എത്താൻ പറ്റും. ഞാൻ പറഞ്ഞു, ഈ 7 വർക്കും ആ 4 ചാപ്റ്ററും, ഈ 7 വർക്കും 4 ചാപ്റ്ററും ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് എഴുതി വായിച്ച് പഠിച്ചാൽ, ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇപ്പോൾ എഴുതി വായിച്ച് പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും എന്തായിട്ട് വിജയാശംസകൾ നേരുന്നു. നന്നായിട്ട് പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ 4 ചാപ്റ്റർ പറഞ്ഞല്ലോ, ഹെലൻ കെല്ലർ പറഞ്ഞു, എ പുവർ വുമൻ ലേൺ ടു റൈറ്റ് പറഞ്ഞു, ദ സ്റ്റോറി ഓഫ് ബ്രോക്കൺ ബ്രിഡ്ജ് പറഞ്ഞു, ദ ചെറി ട്രീ എന്ന് പറഞ്ഞ ചാപ്റ്റർ പറഞ്ഞു. അങ്ങനെ അതിൽ ചെറി ട്രീ പോയമാണ്. അങ്ങനെ അപ്പോൾ 4 ചാപ്റ്റർ പറഞ്ഞു. പിന്നെ 7 വർക്ക് പറഞ്ഞു. 7 വർക്ക് ഏതൊക്കെയായിരുന്നു, ഇമെയിൽ എങ്ങനെ തയ്യാറാക്കാം, പ്രൊഫൈൽ
പോയ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ കവിത ആസ്വാദനക്കുറിപ്പാണ്. പോയ അപ്രിസിയേഷൻ എന്താണ്? കവിത ആസ്വാദനക്കുറിപ്പ്. സ്പീച്ച്, ഒബിച്വറി, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്, ഡയറി. ഇത്രയും വർക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഈ ഇതിൽ എന്ത് ചെയ്യാം, ഇതിൽ നമ്മുടെ എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 7 വർക്കും ഈ 4 ചാപ്റ്ററിൻ്റെ എന്ത് ചെയ്യുന്നത് വീഡിയോയും എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ എന്ത് പിൻ ചെയ്യാം. ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും കണ്ട് ആവർത്തിച്ച് കണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും 60 മാർക്ക് മുതൽ വാങ്ങണം. കിട്ടും. നിങ്ങൾക്ക് എന്തായാലും ഡബിൾ പാസിന് ഇത് മതി. ഇംഗ്ലീഷ് പരീക്ഷ ഡബിൾ പാസിന് ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.